വിവരാവകാശ അപേക്ഷയ്ക്ക് മറുപടി തരാതെ ഉദ്യോഗസ്ഥർ ഊടായിപ്പെടുത്താൻ അവർക്കെതിരെ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? ആ മറുപടി ലഭിക്കാൻ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടി 30 ദിവസത്തിനുള്ളിൽ അപേക്ഷകനെ നൽകിയിരിക്കണം എന്നാണ് നിയമം. എന്നാൽ ചില ഓഫീസുകൾ, പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനുകൾ, മറുപടി തരാതെ ഊടായിപ്പെടുക്കാറുണ്ട്. ഇവരെങ്ങനെയാണ് ഊടായിപ്പെടുക്കുന്നതെന്ന് പറഞ്ഞു തരാം. അപേക്ഷകനെ മറുപടി അയച്ചതായി ഡെസ്പാച്ച് രജിസ്റ്ററിൽ നമ്പർ ഇട്ട് രേഖപ്പെടുത്തും. കൂടാതെ അപേക്ഷകനെ ഡെസ്പാച്ച് ചെയ്തതായി അതിൻ്റെ ചെലവുകൾ എഴുതി, സ്റ്റാമ്പിൻ്റെ ചെലവുകൾ എഴുതി അവർ ആ കണക്കിൽ പെടുത്തുകയും ചെയ്യും. അപ്പോൾ പിന്നീട് അത് അവർക്ക് അപേക്ഷകനെ മറുപടി അയച്ചായിട്ടുള്ള രേഖയായി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഏതെങ്കിലും ഹയർ അതോറിറ്റിയിൽ അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷനിൽ പരാതി വന്നാൽ അവർക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഇങ്ങനെയാണ് അവർ ഈ ഊടായിപ്പെടുത്ത് മറുപടി തരാതെ ഇരിക്കുന്നതും അവർ രക്ഷപ്പെടുന്നതും. ഇവരുടെ ഈ ഊടായിപ്പാണ് നമ്മൾക്ക് നേരിടേണ്ടത്. അതെങ്ങനെയെന്ന് പറഞ്ഞു തരാം. 30 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിച്ചില്ല എങ്കിൽ തിരുവനന്തപുരത്തുള്ള വിവരാവകാശ കമ്മീഷനിൽ നമുക്ക് പരാതി നൽകാം. വിവരാവകാശ കമ്മീഷനിൽ പരാതി നൽകാനായിട്ട് യാതൊരു ഫീയും ഒടുക്കേണ്ടതില്ല. നമ്മൾ അയച്ച അപേക്ഷയുടെ കോപ്പി സ്വയം സാക്ഷ്യപ്പെടുത്തിയത്, നമ്മൾ അയച്ച് നമുക്ക് ലഭിച്ച റെസിപ്റ്റിൻ്റെ കോപ്പി അതും സ്വയം സാക്ഷ്യപ്പെടുത്തിയത് ഈ പരാതിയുടെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടതാണ്. അതിൻ്റെ കൂടെ വെച്ച് അയക്കേണ്ടതാണ്. അതുമാത്രമാണ് ചെയ്യേണ്ടത്. പരാതി വിവരാവകാശ കമ്മീഷനിൽ ലഭിച്ച ശേഷം ആദ്യം നമുക്കൊരു കാർഡ് വിവരാവകാശ കമ്മീഷനിൽ നിന്ന് ലഭിക്കും. നമ്മളുടെ പരാതി അവിടെ സ്വീകരിച്ചതായിട്ടുള്ള ഒരു അറിയിപ്പാണത്. ശേഷം നമുക്ക് വിവരം നൽകാതിരുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അവിടെ നിന്ന് നോട്ടീസ് പോകും. ആ നോട്ടീസിൻ്റെ ഒരു പകർപ്പ് കൂടി നമുക്ക് ലഭിക്കും. വിവരാവകാശ കമ്മീഷൻ എന്നുള്ള നോട്ടീസ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അദ്ദേഹം നമുക്ക് മറുപടി തന്നിരിക്കും. അത് ഉറപ്പാണ്. മറുപടി കൂടി ലഭിച്ച ശേഷമാണ് വിവരാവകാശ കമ്മീഷൻ ആ കേസിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്. ആ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ശിക്ഷ നൽകണമോ വേണ്ടയോ, ശാസന വേണോ, ഏത് തരത്തിലാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് വിവരാവകാശ കമ്മീഷൻ്റെ ഡിസ്ക്രിയേഷൻ പവറാണ്, വിവേചനാധികാരമാണ്. ആ അധികാരപ്രകാരം വിവരാവകാശ കമ്മീഷൻ ഒരു തീരുമാനമെടുക്കുന്നതാണ്. ഇതാണ് വിവരം നൽകാതിരുന്നാൽ വിവരം നമുക്ക് ലഭിക്കാതിരുന്നാൽ, വിവരാവകാശ നിയമപ്രകാരം നമുക്ക് വിവരം ലഭിക്കാതിരുന്നാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും നമ്മൾ നേരിടേണ്ട കാര്യങ്ങളും അതിൻ്റെ അവസാനവും ഇങ്ങനെയൊക്കെയാണ്. ഇനി വിവരാവകാശ കമ്മീഷനിൽ പരാതി നൽകിയ അത് നമുക്കതിന് സാറ്റിസ്ഫാക്ഷൻ ഇല്ല എങ്കിൽ, നമുക്കതിനകത്ത് തൃപ്തിയില്ലാത്ത ഒരു അവസ്ഥയാണെങ്കിൽ നമുക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ്. ആ ഹൈക്കോടതിയെ സമീപിച്ചിട്ട് അവിടെ നിന്ന് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ സുപ്രീം കോടതിയെയും സമീപിക്കാം. അതിനുശേഷം അവിടെ നിന്നും നമുക്ക് ആ വിധിയിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നമുക്ക് മിണ്ടാതിരിക്കാം. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ.